നമ്മളെ JCB കംപ്ലൈൻ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ താറിങ്ങിന് നമ്മളാണിപ്പോൾ ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പുലർച്ചെ 4 മണിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥ. നമ്മളെ താറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഇരുടാണ്, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ് ഇതാ സ്റ്റാർട്ടാകാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന ബിന്നിലോട്ടാണ് നമുക്ക് സാധനം ലോഡ് ചെയ്ത് നിറക്കേണ്ടത്. മിക്സിന് വേണ്ടി വെക്കാനുള്ള വണ്ടികളൊക്കെ ഇതവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളെ പ്ലാന്റ് സ്റ്റാർട്ടായി കേട്ടോ. ഇതാ പ്ലാന്റിന്റെ ഡ്രമ്മൊക്കെ കറങ്ങി തുടങ്ങി. ഇപ്പോൾ താറ് ചൂടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം പരിപാടി തുടങ്ങാൻ. പുറത്ത് അത്യാവശ്യം നല്ല കാറ്റാണ്. നമ്മുടെ വാഴയൊക്കെ നോക്കിയാൽ മനസ്സിലാവും കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. നമ്മുടെ ലോറികളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ലോറി നമ്മുടെ പ്ലാന്റിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താറിങ് അങ്ങ് തുടങ്ങും. ഇനിയിപ്പോൾ നിർത്താതെ റണ്ണിങ് തന്നെയായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ പണി തുടങ്ങി കേട്ടോ. അവിടെയൊക്കെ മിക്സ് അടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നേരെ ഇതാ പുലർന്ന് വരികയാണ് കേട്ടോ. നമ്മുടെ ലോഡറൊക്കെ ഇവിടുന്ന് ഇതാ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ് ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തകൃതിയായിട്ടുള്ള പണിയാണ്. പ്ലാന്റ് നല്ല പവർഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നേരം പരപരാന്ന് വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലോഡറൊക്കെ ഇതാ അവിടെ കാര്യമായ പണി തന്നെയാണ്. 2 ലോഡറും ഇവിടെ പണിയിലാണ് കേട്ടോ. നമ്മുടെ JCB ചെറിയ എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു. സെൻസർപരമായിട്ടുള്ള എന്തോ പ്രശ്നമാണ്. അപ്പോൾ അത് ശരിയാക്കാൻ ഇനി ആളെ വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ലോഡറുകളാണ് ഇവിടുന്ന് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തകൃതിയായിട്ടുള്ള മിക്സിങ് തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പണി ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ലോറി, ടിപ്പർ ലോറിയെല്ലാം ഇപ്പോൾ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തണം. അപ്പോൾ അതുവരെ നമ്മളിപ്പോൾ നമ്മുടെ GSP സ്റ്റോക്കിലാണുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ നമ്മൾ കോരിയിട്ട് അപ്പുറത്തേക്ക് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ലോഡൊക്കെ ഇതാ തട്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ തള്ളിയിടണം. അങ്ങനത്തെ ഓരോ പണിയുണ്ട്. നമ്മുടെ ഇറ്റാച്ച് ഇത് അവിടെ കിടപ്പുണ്ട്. അതിന് ഗ്രീസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇന്ന് പിടുത്തം പെട്ട പണിയായിരുന്നു. 2 സൈഡിലും നോക്കേണ്ട വന്നു JCB ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ലോഡറൊക്കെ ഇവിടുന്ന് അറിഞ്ഞാൻ പറഞ്ഞ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളിലിപ്പോൾ സാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, നല്ല വെയിലും നല്ല ചൂടുമാണ്. ഇവിടെ ഇതാ താറിങ്ങിൻ്റെ മിക്സിങ് പരിപാടികൾ നല്ല തകൃതിയായിട്ട് നല്ല ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ള പതക്കുന്ന മിക്സ് അതാ നമ്മുടെ ലോറിയിലോട്ട് ഇതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പ്ലാന്റ് മൊത്തം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ജനറേറ്റർ ഉപയോഗിച്ചാണ്. 500 കിലോ വാട്ടിൻ്റെ ഒരു ജനറേറ്ററാണ് ഈ പ്ലാന്റിനെ മൊത്തം വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെഷീനറീസ് മൊത്തം വർക്ക് ചെയ്യുന്നത് ഇതാ ആ കാണുന്ന ബോക്സിലുള്ളൊരു സിസ്റ്റം ഉപയോഗിച്ചാണ്, സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമ്മുടെ വീൽ ലോഡറൊക്കെ ഇതേവിടെ നല്ല അറഞ്ചം പറഞ്ഞ ലോഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പ്ലാന്റിൽ ലോറിയെല്ലാം ഇപ്പം പോയിട്ടാണുള്ളത്. നമുക്ക് GSP സ്റ്റോക്കിൽ കുറച്ച് പരിപാടിയുണ്ട്. ഇതാ നമ്മുടെ വണ്ടിയെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ലോഡർ അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ആ ലോഡർ എടുത്തിട്ട് വേണം നമ്മുടെ GSP സ്റ്റോക്കിൽ പോയിട്ട് കുറച്ച് ലോഡ് തട്ടിയ സ്ഥലമൊക്കെ ഒന്ന് തള്ളി റെഡിയാക്കി അടുത്ത ലോഡ് തട്ടേണ്ട ഏരിയ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ പ്ലാനിലെല്ലാം നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ വരണം. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിൽ. ആകെയുള്ളത് ഈ കാണുന്ന കുറച്ച് മരങ്ങളും കാര്യങ്ങളാണ്.
പിന്നെ ഇവിടെയൊക്കെ ഇതാ മൊത്തം കർമൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്, പപ്പായ, ചെറിയ ചെറിയ കൃഷിയെല്ലാം ആയിട്ട് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നും കൂടിയാണ് ചിലപ്പോൾ ലോഡറിലുണ്ടാവും. കാരണം ഇതിൻ്റെ ഓപ്പറേറ്റർ ചിലപ്പോൾ നാളെ വരും, ഇല്ലെങ്കിൽ മറ്റന്നാൾ വരും. അപ്പോൾ ഈ ലോഡർ ഒരു അപാര സാധനം തന്നെയാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, വലിയൊരു മിഷനാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറി പോകണം. അതിന് മുമ്പിട്ട് നമുക്കിതിങ്ങനെ ഏന്തി പിടിച്ചിട്ട് ഡോർ തുറന്ന് ഇങ്ങനെ കയറി പോവാം. AC വർക്ക് ചെയ്യാത്ത വലിയൊരു പ്രശ്നം തന്നെയാണ്, നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് അപ്പുറം GS സ്റ്റോക്കിൽ, അത് ചെയ്യാൻ പോവാം. ഇല്ലെങ്കിൽ ലോറിയൊക്കെ മൊത്തം പെൻഡിങ് ആയിപ്പോൾ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുത്തിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ GSP സ്റ്റോക്കിലേക്കൊന്ന് പോകണം, അവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഈ വണ്ടി കാണുന്നൊരു വലിപ്പം മാത്രമേ ഉള്ളൂ, കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. മണിക്കൂറിൽ 15 ലിറ്റർ ഡീസലാണ് ഇതിന് ചിലവ് വരുന്നത്. ഹെവി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. നമുക്ക് GSP സ്റ്റോക്കിൽ പോയിട്ട് അവിടെയുള്ള പണിയൊക്കെ തീർക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ GSP സ്റ്റോക്കിൽ എത്തിയിട്ട് ഇതാ ഇവിടെ തട്ടിയ ലോഡൊക്കെ തള്ളി താഴെ ഇടുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് ഏരിയ ഇടണം. നമ്മൾ ഈ സൈഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി മുന്നിൽ കാണുന്ന ഈ ഒരു കൂനയും കൂടി തള്ളി താഴിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് പണി കഴിഞ്ഞു. അപ്പോൾ ഇതാ ലോഡുമായിട്ട് വണ്ടി വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ലോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ തട്ടാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതൊക്കെ താഴോട്ട് തള്ളിയിട്ട് ഏരിയ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതാ ഇങ്ങനെ ലോഡിങ്ങനെ ഡെയിലി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഏരിയ നമുക്ക് വേണം, ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന കുറച്ച് ലോഡായി കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂനകളായി വരുന്ന സമയത്ത് ഇതൊക്കെ തള്ളി താഴെ ഇടും. ഇനി താഴേന്ന് വെള്ളവും കൂട്ടി മിക്സ് ആക്കിയിട്ട് നമ്മൾ സൈഡിലോട്ട് ലോഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇത് WM ആണ് കേട്ടോ ഈ സാധനം. അപ്പുറം കാണുന്ന ആ മല GSB ആണ്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ GSPൻ്റെ അടുക്കാണ് ഉള്ളത്. ഇതൊക്കെ തട്ടി റെഡിയാക്കണം. നമ്മൾ നേരത്തെ ലെവലാക്കിയ തള്ളിയിട്ട സ്ഥലമാണ് ആ കാണുന്നത്. ആ മുകളിലുള്ള സാധനം മൊത്തം നമ്മൾ താഴോട്ട് തള്ളിയിട്ടിട്ടുണ്ട്. ഇനി ഇത് വെള്ളവും കൂട്ടിയിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവിടെ ഒരുപാട് തട്ടാനുള്ള സ്ഥലം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുന്നുകൂടിയത് ഇവിടെ റെഡിയാക്കണം, എന്നാലേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോറി ഇതാ മന്ദം കയറി വരുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഇങ്ങനെ ഡെയിലി വന്നോണ്ടിരിക്കുന്നുണ്ട്. ഒന്നും രണ്ടെന്നല്ല, ഒരുപാട് വണ്ടി വരുന്നുണ്ട് കേട്ടോ. പയ്യന്മാർ വന്നിങ്ങനെ തട്ടി അങ്ങ് പോകും. ഒരുപാട് ലോഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തട്ടാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ തള്ളി സ്ഥലം ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇതൊക്കെ ഡസ്റ്റാണ് കേട്ടോ, നമ്മുടെ താറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡസ്റ്റാണ് ആ മുന്നിലായിട്ട് കൂട്ടിയിട്ട് ഉള്ളത്. പിന്നെ നമ്മുടെ റൂമാണ് കേട്ടോ ഈ മുന്നിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു ഫാമിലി മെമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ പുറമേയുള്ള കാഴ്ച ഇതാണ്. ഉള്ളിൽ നിന്നുള്ള ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമ്മുടെ ടിപ്പർ ഇവിടെ തട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ തള്ളിയിടണം. വേലി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, വേദ നല്ല ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒന്നാമത് വെയിലിൻ്റെ ചൂടാണ്, വണ്ടിയുടെ വലിയ ചൂടല്ല. പക്ഷേ എങ്കിൽ AC വർക്ക് ചെയ്യാത്ത വലിയ പ്രശ്നം തന്നെയാണ്. AC വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഇപ്പോൾ AC റെഡിയാക്കിയിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ വണ്ടിയല്ല, സുനിയാട്ടൻ്റെ വണ്ടിയാണ്. മൂപ്പറിപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ വരും. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടിയിലിരിക്കും ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡ് കൊടുത്താണ്. റാമ്പിൻ്റെ മുകളിൽ GSPൻ്റെ മുകളിൽ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോറി പോയി കേട്ടോ. ഇനി നമുക്കിതൊക്കെ തള്ളിയിടണം.
ഇത് അടുത്ത ലോറി വന്നിട്ടുണ്ട്. ഇപ്പൊ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതാ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂമിനേക്കാളും ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ റൂമൊക്കെ താഴെയാണുള്ളത്. അപ്പൊ ഗൈസ് വീണ്ടും നമ്മുടെ പ്ലാന്റിൽ ഇതാ മഴ പെയ്ത് തുടങ്ങി കേട്ടോ. നമ്മുടെ സ്പ്രിംഗ്ലറൊക്കെ വെച്ചിട്ട് മൊത്തം ഇതാ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നനയ്ക്കുന്നുണ്ട്. പരമാവധി പൊടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജിയാണ് കേട്ടോ ഇത്. എല്ലായിടത്തും സ്പ്രിംഗ്ലർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിന്നിൻ്റെ മുകളിലായിട്ടും ഇതാ സ്പ്രിംഗ്ലർ ഉണ്ട്. അത് അത്യാവശ്യ ഘട്ടത്തിൽ ഇവിടെ പൊടി വാറുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സാധനം ഉണ്ട് സ്പ്രിംഗ്ലർ. അപ്പം അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പൊടി വാറുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓണാക്കും. ഇവിടെ നല്ല അടിപൊളിയായിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് കുറെ വാരി കോരി പ്ലാന്റിലോട്ട് അങ്ങനെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. AC ഇല്ലാത്ത കാരണം എവിടെയെങ്കിലും സൈഡാക്കണം. ഇപ്പൊ ഇതാ നമ്മൾ നേരത്തെ കണ്ടതാ ഈ മരത്തിന്റെ ചോട്ടിലായിട്ട് ഈ തണലത്ത് ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പുറമേയുള്ള വെയില് കണ്ടാതാ ഇത്രയോത്തോളം വെയിലാണ്. കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ്. ഹെവി ആയിട്ടുള്ളൊരു വെയില് തന്നെ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ അത് നമ്മുടെ ബിന്നിലുള്ള സാധനം താഴോട്ട് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീണ്ടും കൊണ്ടുപോയി നിറക്കണം. ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഗൈസ് നമ്മുടെ 2 ലോഡർ ഇതാ ഇവിടെ തകൃതിയായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മറ്റേ കേറ്റിൻ്റെ തന്നെ നമ്മുടെ പഴയ മോഡൽ മെക്കാനിക്കൽ ലോഡറിലാണ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മറ്റേ ലോഡറിലാണ് കേട്ടോ. ഇത് മെല്ലനെ പതിയെ ഇങ്ങനെ പോകത്തുള്ളൂ. ഇതൊരു പഴയ വണ്ടിയാണ്. അതുമാത്രമല്ല ഒരു മെക്കാനിക്കൽ ടൈപ്പ് സാധനമാണ്. പഴയ ജാമ്പോന്റെ കാലത്തുള്ള മോഡല്. ജാമ്പോന്റെ കാലം എന്ന് പറയാൻ പറ്റില്ല. ഒരു പഴയ നമ്മുടെ ഒരു അംബാസിഡർ എന്നെല്ലാം പറയില്ലേ, ഏതാണ്ട് അങ്ങനത്തെ ഒരു മോഡൽ. ഈ സ്റ്റിയറിംഗ് എല്ലാം കണ്ടോ, നല്ല അടിപൊളി സ്റ്റിയറിംഗ് ഒക്കെയാണ്. വീട്ടിൽ തന്നെ ഒരു വണ്ടിയാണ് കേട്ടോ. അതിന് സ്പീഡ് കുറച്ച് കുറവുണ്ട്. അത് മാത്രമല്ല നേരത്തെ നമ്മളെ കേറ്റിൻ്റെ അത്രയുള്ള വലിയ വണ്ടിയല്ല, അതിൻ്റെ ചെറിയ വണ്ടിയാണിത്. അപ്പോൾ കേറ്റിൻ്റെ വണ്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതാ താഴെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇനി ആ വണ്ടി ഇങ്ങോട്ട് കയറുന്നുള്ളൂ. നമ്മളെ കേറ്റിൻ്റെ വണ്ടി താഴെയുണ്ട്. ഇതൊരു വൈബാണ് കേട്ടോ. ഒരു പഴയ ഒരു ലൈലാൻഡ് ലോറിയൊക്കെ ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. നമ്മളെ കേറ്റിന്റെ വണ്ടി മറന്നടിച്ച് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞ ഈ വണ്ടി പൊളിയാണ് കേട്ടാ. ഈ മീറ്ററൊക്കെ നോക്കിയാണ് അടിപൊളി ഒരു പഴയ കാല ഒരു വണ്ടിയുടെ ഒരു ഫീലിംഗ്. ഒരുപാട് പഴക്കമൊന്നുമില്ല. ആളുടെ നല്ല കണ്ടീഷൻ സാധനമാണ് കേട്ടോ. ഈ സ്റ്റെയറിംഗ് എല്ലാം നോക്കിയാണ് എന്തൊരു രസം. ഒരു ലൈലാൻഡ് ലോറി അങ്ങനെ ഒടിച്ച് വരുന്ന പോലത്തെ ഒരു ഫീലിംഗ്. നമ്മളെ ഇതാ സ്പ്രിംഗ്ലറൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. അവിടെ പൊടി വാറുന്ന ഒരു ചെറിയൊരു സീൻ വന്നപ്പോ സ്പോട്ടിൽ ഇതാ വെള്ളമൊക്കെ ഓണായിട്ടുണ്ട്. മൊത്തം നനച്ചെടുക്കുകയാണ് കേട്ടോ. അയ്യോ, വണ്ടി നനഞ്ഞു. നമ്മളെ വണ്ടി നനഞ്ഞല്ലോ. പണിയായി നമ്മളെ വണ്ടി. നമ്മൾ പെട്ടെന്ന് വന്നപ്പോൾ നനഞ്ഞു. ഇപ്പൊ ഗ്ലാസിന്റെ മുകളിൽ പൊടിയായത് കൊണ്ട് വെള്ളം നനഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കേറ്റിന്റെ വണ്ടി ഇതാ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ലാത്ത വണ്ടി. നല്ല കിഡ്നൻ, എന്താ പറയാ, പണ്ടത്തെ ഒരു ബെൻസ് ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ വണ്ടി. അങ്ങനത്തെ ഒരു സാധനം. ഇതാ ഈ സ്വിച്ചൊക്കെ നോക്കിയേ, പണ്ടത്തെ ടൈപ്പ് മെക്കാനിക്കൽ സ്വിച്ചാണ്. ഇങ്ങനെ ഈ ടൈപ്പ് സ്വിച്ചൊക്കെയാണ്. അത് ലൈറ്റിന്റെ വൈപ്പറിന്റെ
മോട്ടറിനൊക്കെ സ്വിച്ച് ആണെന്ന് തോന്നുന്നു. അടിപൊളി സാധനം. നമ്മുടെ കേറ്റിന്റെ വണ്ടി അത് അവിടുന്ന് ഇങ്ങനെ ഡസ്റ്റ് ലോഡാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്പ്രിംഗ്ലർ വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ ഗൈസ് പ്ലാന്റ് പിന്നി നിന്ന് കേട്ടോ. ലോറി തീർന്നു പോയി, എല്ലാം സൈറ്റിലേക്ക് പോയി. ഇനിയിപ്പം പോയിട്ട് വരണം. അതുവരെ നമുക്ക് റെസ്റ്റാണ്. ഇത്ര നേരം ഇതാ ഇവന്മാരാണ് ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ ഒരു പഴയ മെഷീനാണ്. പഴയെന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ ടൈപ്പ് സാധനം. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് മെഷീൻ, കേറ്റിൻ്റെ ലേറ്റസ്റ്റ് മെഷീൻ. അപാര പവറാണ് കേട്ടോ ഈ സാധനത്തിന്. ഏകദേശം മണിക്കൂറിന് 15 ലിറ്ററോളം ഡീസൽ ഇവൻ കുടിക്കും. അതിനുള്ള പണിയും എടുക്കുന്നുണ്ട്. ഇതതിൻ്റെ ചെറിയ മെഷീനാണ്. അപ്പോൾ ഇതാ ഈ കാണുന്ന മൊത്തം സാധനങ്ങളും ഇവന്മാരാണ് ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ എടുത്തിട്ട് ഇതാ ആ കാണുന്ന വിന്നിലോട്ട് ലോഡ് ചെയ്യും. പിന്നെ അവിടുന്ന് ഈ മെഷീനാണ് മൊത്തം വലിച്ചെടുത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ ടാറിംഗ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഈ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതാണ് എടുക്കുന്നത്, കേറ്റിൻ്റെ വണ്ടി. പിന്നെ ഉള്ളിൽ കാരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പം കീറി ഇളക്കി അങ്ങ് പോവാം. അപ്പോൾ നമ്മുടെ ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞാൽ ചൂടായ കുറേ ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും. അത് അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ നമ്മളിതാ കേറ്റിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. വണ്ടി സ്റ്റാർട്ടായി. ഇനി നമുക്ക് ഡ്രൈ എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ അടിയിൽ നമ്മുടെ ബക്കറ്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഡ്രൈ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ബാലൻസ് ഉള്ള സാധനമൊക്കെ എന്താ ഇതിൽ വന്നിങ്ങനെ വീഴും. ഇപ്പം ഡസ്റ്റാണ് വന്ന് വീഴുന്നത്. ഓക്കെ, നമ്മളെ പരിപാടിയിൽ നിന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലോറിയെല്ലാം ഇതാ വന്നു കേട്ടോ. ഇനി ഇതെല്ലാം വാഷ് ചെയ്യണം. ഡെയിലി വാഷിംഗ് ഒക്കെ ചെയ്യുന്ന വണ്ടിയാണ്. ഒരു വണ്ടി ഇത് അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ 4:30 വീണ്ടും വർക്കുണ്ട്. ഇവിടെ ഇപ്പം GSBയിലാണെങ്കിൽ ഇതാ ഇഷ്ടം പോലെ ലോഡ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. മുകളിലൊക്കെ ഇതാ വണ്ടി ലോഡ് തട്ടി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ലോറിയിലോട്ട് ഹോട്ട് മിക്സ് വരുന്ന വഴി. ഇപ്പോൾ ഇതാ താഴെയൊക്കെ കുറച്ച് താറൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. മൊത്തം ശാന്തമായ അന്തരീക്ഷം. ഇത് അവിടെ ഒരു ടാങ്കർ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മെറ്റീരിയൽസ് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവലാണ്, LDO എന്ന് പറയും. അപ്പോൾ അത് ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇതിലോട്ടാണ് കേട്ടോ ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഷട്ടിൽ തുടങ്ങി കേട്ടോ. മാസ്മരിക കളി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാ നമ്മുടെ ഓപ്പറേറ്റർമാരും ലീഡർമാരും ഒക്കെ ഇതാ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ GSBയിലും പണിയൊക്കെ നിന്ന് ദൂരെയായിട്ട് ഇതാ നമ്മുടെ വണ്ടിയൊക്കെ ഇതാ കഴുകുന്നുണ്ട്. ഇവിടുന്ന് മൊത്തം കഴുകി വൃത്തിയാക്കാൻ. ഇത് ഡെയിലി ചെയ്യുന്ന ഓരോ പരിപാടികളാണ് കേട്ടോ. ഇവിടെയൊക്കെ സേഫ്റ്റീൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്.